എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം ഗൗരി എന്ന കുറൂരമ്മയെക്കുറിച്ചാണ്. അപ്പോൾ എൻ്റെ വീഡിയോ പൂർണ്ണമായി കാണുക. കണ്ട ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കൾ ആ ബെല്ല് ബട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ആ ചുവന്ന ബട്ടനും അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകളെല്ലാം കാണണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. അപ്പോൾ ഇന്നത്തെ വിഷയം പരമഭക്തിയായ കൃഷ്ണഭക്തിയായ ഗൗരി എന്ന കുറൂരമ്മയുടെ കുറിച്ചിട്ടാണ്. കൃഷ്ണകഥകളിലെല്ലാം കുറൂരമ്മയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അന്ന് ആ അമ്മയെക്കുറിച്ച് വിസ്തരിച്ച് മനസ്സിലാക്കാൻ ഞാൻ ഉള്ള സമയം വെച്ച് അമ്മയുടെ അനുഭൂതി കഥകളുണ്ടെങ്കിലും അതിൽ നിന്ന് കുറച്ചെടുത്ത് നിങ്ങളുടെ അറിവിലേക്ക് നൽകുകയാണ്. ഗൗരി പാലക്കാടാണ് ജനിച്ച് വളർന്നത്. അങ്ങനെ പിന്നീട് തൃശ്ശൂർ ജില്ലയിലെ വെങ്ങണശ്ശേരിയിൽ വന്ന് താമസമാക്കി. 16 വയസ്സായപ്പോഴേക്കും വിവാഹാലോചനയായി. കുറൂർ ഇല്ലത്തെ പ്രായം ചെന്ന ഒരു തിരുമേനിയാണ് കുറൂരമ്മയെ വേലിക്കഴിച്ച് കുറൂരില്ലത്തേക്ക് കൊണ്ടുപോയി. ചെറുപ്പം മുതലേ കൃഷ്ണഭക്തിയും കൃഷ്ണനാമജപങ്ങളും കൃഷ്ണപൂജയെല്ലാം ചെയ്തിരുന്ന ഗൗരി അവിടെ വെച്ച് പൂജിച്ചിരുന്ന കൃഷ്ണ വിഗ്രഹവുമായി കുറൂരില്ലത്ത് കയറി ചെന്നു. അവിടെ കൃഷ്ണനെ വെച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വയസ്സായ നമ്പൂതിരി മരണപ്പെട്ടു. അങ്ങനെ കുറൂരമ്മ വിധവയായി. ഒരു ചെറുപ്രായത്തിൽ തന്നെ വിധവയായി മാറി. പണ്ട് കാലത്ത് വിധവ എന്ന് പറഞ്ഞാൽ പുണ്യകാര്യങ്ങളിലോ മംഗളകർമ്മങ്ങളിലോ ഒന്നും പങ്കെടുക്കുവാൻ പാടില്ല. ഒരു ഭാഗത്ത് ഒതുങ്ങി ഇരിക്കണം. ആഡംബരങ്ങളോ അലങ്കാരങ്ങളോ ഒന്നും പാടില്ല. അങ്ങനെ കുറൂരമ്മ കൃഷ്ണ ഭക്തിയായി കൂടുതൽ കൃഷ്ണനിലേക്ക് അങ്ങനെ അടുത്തുകൊണ്ടിരുന്നു. അന്ന് ആ ഇല്ലത്തുള്ളവർക്കൊക്കെ കുറൂരമ്മ ഒരു ശല്യമായിരുന്നു. കൃഷ്ണനെ പൂജിക്കുകയും കൃഷ്ണ കീർത്തനങ്ങൾ ചൊല്ലുകയും കൃഷ്ണനോട് സംസാരിക്കുകയും ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നു കണ്ടപ്പോൾ ആ ഇല്ലത്തുള്ളവർ തീരുമാനിച്ചു കുറൂരമ്മയ്ക്ക് മാനസികമായിട്ട് എന്തോ രോഗമാണ് എന്ന്. അത് പുറത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ ഇല്ലത്ത് ഉള്ളവർ തൃശ്ശൂർ തന്നെ ഒരു ദേശത്തേക്ക് ഈ ഇല്ലത്തുള്ളവരെല്ലാം മറ്റൊരു ഇല്ലം വെച്ച് അങ്ങോട്ട് മാറുകയും കുറൂരമ്മേനെ ഈ കുറൂർ ഇല്ലത്ത് ഒറ്റപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അവിടെ കുറൂരമ്മയ്ക്ക് സഹായമുണ്ടായിരുന്നത് ജോലിക്കാരിയായ ലക്ഷ്മി എന്നു പേരുള്ള ഒരമ്മയും അവരുടെ മകൻ മാധവനുമായിരുന്നു. കുറൂരമ്മയ്ക്ക് വേണ്ട സഹായങ്ങളെല്ലാം അവരാണ് ചെയ്തു കൊടുത്തിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏകാദശി എല്ലാ മാസത്തിലെ 2 ഏകാദശിയും കുറൂരമ്മ എടുക്കുമായിരുന്നു. പക്ഷേ കുറൂരമ്മയ്ക്ക് പഞ്ചാംഗം നോക്കാനോ ഏകാദശി എന്നാണെന്ന് നോക്കാനൊന്നും അറിയില്ല. കാരണം വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. കീർത്തനങ്ങളെല്ലാം മനസ്സിൽ ജപിച്ചുകൊണ്ട് പുറത്തേക്ക് പാടുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 ബ്രാഹ്മണർ കുറൂർ ഇല്ലത്തേക്ക് വരുന്നത് കണ്ടത്. ഉച്ചനേരമായി. ഭക്ഷണം കൊടുക്കാൻ എന്ത് ചെയ്യും? കുറൂരമ്മ ആകെ കഷ്ടത്തിലായി. അങ്ങനെ നമ്പൂതിരിമാരോട് പറഞ്ഞു, ഇന്നിവിടെ എനിക്ക് ഏകാദശിയാണ്, അത് കാരണം
ഭക്ഷണം തരാൻ നിവൃത്തിയില്ല, ഞാൻ ഇവിടെ ഒന്നും വെച്ചിട്ടില്ല എന്ന്. അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു, എന്താ പറയണേ കുറൂരമ്മ, ഏകാദശി നാളെയല്ലേ, ഇന്നല്ലല്ലോ എന്ന്. അപ്പോൾ കുറൂരമ്മ പറഞ്ഞു, അല്ലല്ല ഇന്ന് തന്നെയാണ് എന്ന് പറഞ്ഞല്ലോ. കുറൂരമ്മയ്ക്ക് വിദ്യാഭ്യാസം ഇല്ല, പഞ്ചാംഗം നോക്കാനൊന്നും അറിയില്ല. അപ്പോൾ കുറൂരമ്മ എന്താ ചെയ്തിരുന്നത്, 15 കൊച്ചു കല്ലുകൾ എടുത്തിട്ട് ഓരോ കല്ലുകൾ ഇങ്ങനെ വെച്ച് 15 കല്ലാവുന്ന ദിവസം ഏകാദശി, അതായിരുന്നു കണക്ക്. അങ്ങനെ ബ്രാഹ്മണരോട് പറഞ്ഞു, നമ്പൂതിരിമാരോട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് പഞ്ചാംഗം നോക്കൂ, ഇന്ന് തന്നെയാണ് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പഞ്ചാംഗം നോക്കിയപ്പോൾ ശരിയാണ്, ഇന്ന് തന്നെയാണ് ഏകാദശി. ശരിയെന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, മറ്റില്ലത്ത് നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അടുത്തുള്ളൊരില്ലത്തേക്ക് പോയി. അവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവിടുത്തെ അമ്മോട് ചോദിച്ചു, അമ്മയ്ക്ക് ഇന്ന് എന്താ ഏകാദശി ഒന്നും ഇല്ലേ എന്ന്. അപ്പോൾ അവിടുത്തെ അമ്മ പറഞ്ഞു, ഏകാദശി നാളെയല്ലേ, ഇന്നല്ലല്ലോ. അപ്പോൾ നമ്പൂതിരിമാർ പറഞ്ഞു, ഞാൻ കുറൂരില്ലത്ത് പോയിട്ടാണ് വരുന്നത്, അവിടെ അമ്മ ഇന്നാണ് ഏകാദശി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആവാൻ വഴിയില്ല, നിങ്ങളൊന്ന് നോക്കൂ. അങ്ങനെ പഞ്ചാംഗം അവിടെ വെച്ച് നോക്കിയപ്പോൾ ഏകാദശി നാളെയാണ്. ഇതിലെന്താ മർമായം എന്ന് നമ്പൂതിരിമാർക്കറിയാതെ അവർ വീണ്ടും കുറൂരില്ലത്ത് വന്ന് പഞ്ചാംഗം നോക്കി. അപ്പോൾ ഇന്നാണ് ഏകാദശി. അവർക്ക് അത്ഭുതമായി മാറി. കുറൂരമ്മയ്ക്ക് എന്ന ഏകാദശി, അന്നാണ് കുറൂർ ഇല്ലത്തെ ഏകാദശി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വില്ലമംഗല സ്വാമിയാരെന്ന് പറഞ്ഞാൽ അറിയാലോ, മഹാപണ്ഡിതനാണ്. കൃഷ്ണനെ നേരിട്ട് കണ്ട് സംസാരിക്കാനും വിശേഷങ്ങൾ അറിയാനും ഒക്കെ കഴിയുന്ന ഒരു വലിയ വ്യക്തിയാണ്. അപ്പോൾ കുറൂരമ്മ കേട്ടിരിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ച്. കുറൂരമ്മയ്ക്ക് വലിയ ഭക്തിയും പ്രിയമാണ് അദ്ദേഹത്തിനോട്. അദ്ദേഹം ഗുരുവായൂർ എത്തി എന്നറിഞ്ഞാൽ മാധവൻ്റെ കയ്യിൽ കുറൂരമ്മേനെ പാൽപായസം ഉണ്ടാക്കി കൊടുത്തയക്കുമായിരുന്നു. അങ്ങനെ അവിടെ അടുത്തുള്ള ചില ബ്രാഹ്മണ കുടുംബങ്ങളൊക്കെ കുറൂരമ്മയ്ക്ക് എതിരായി. മാനസരോഗിയാണ്, അവർ സ്ത്രീയല്ലേ, അവർക്ക് മാസമുറിയില്ലേ, ഈ മാസമുറ സമയത്ത് അവർ പൂജിക്കുന്നു, നാമം ജപിക്കുന്നു, ഇങ്ങനെയെല്ലാം പറഞ്ഞ് അവസാനം വില്ലമംഗല സ്വാമിയാരെ ചെന്ന് കണ്ട് ഈ സങ്കടം എല്ലാവരും ഉണർത്തിച്ചു. പണ്ഡിതനാണെങ്കിലും വില്ലമംഗലം ചിന്തിച്ചു, ശരിയാണ്, അവർക്കൊരു മാസമുറയും കാര്യങ്ങളുണ്ട്, അവരപ്പോഴല്ലേ ഭഗവാനെ പൂജിക്കുന്നത്, ആ തെറ്റല്ലേ എന്ന് അദ്ദേഹത്തിനും തോന്നി. അങ്ങനെ നിൽക്കുമ്പോഴാണ് മാധവൻ വരുന്നത് കണ്ടത്. അപ്പോൾ വില്ലമംഗലം ചോദിച്ചു, എന്താ മാധവ, ഇന്ന് പാൽപ്പായസം ഇല്ലേ? അപ്പോൾ മാധവൻ പറഞ്ഞു, കുറൂരമ്മയ്ക്ക് ഇന്ന് പായസം വയ്ക്കാൻ പറ്റില്ല, അമ്മ മാസമുറയായിട്ട് മാറിയിരിക്കുകയാണ് എന്ന്. അന്നത് അറിയണല്ലോ എന്ന് കരുതി വില്ലമംഗലം നേരെ കുറൂരില്ലത്തെത്തി. കുറൂരില്ലത്തെത്തിയപ്പോൾ പുറത്തേക്ക് വരാൻ എനിക്ക് സാധിക്കില്ല സ്വാമി വില്ലമംഗലം, ഞാൻ മാസമുറയായിരിക്കുകയാണ് എന്ന് കുറൂരമ്മ വാതിലിൻ്റെ മറയിൽ നിന്നുകൊണ്ട് പറഞ്ഞു. എന്നാൽ വില്ലമംഗല സ്വാമിയാർക്ക് അമ്മയെ കാണും ചെയ്യാമായിരുന്നു. അപ്പോൾ അമ്മോട് ചോദിച്ചു, ഈ മാസമുറിയായിരുന്ന സമയത്ത് കീർത്തനങ്ങൾ ചൊല്ലുന്നതും കണ്ണനെ പൂജിക്കുന്നതൊക്കെ തെറ്റല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന്. അപ്പോൾ അമ്മ വില്ലമംഗലത്തിനോട് ചോദിച്ചു, ഞാൻ മാസമുറിയായിരിക്കുന്ന സമയങ്ങളിൽ എനിക്ക് മരണമുണ്ടാകില്ല എന്ന് വില്ലമംഗല സ്വാമിയാർക്ക് ഉറപ്പ് തരാൻ കഴിയുമോ എന്ന്. വില്ലമംഗലത്തിന് മറുപടി ഒന്നുമില്ല. അങ്ങനെ വില്ലമംഗലം അങ്ങോട്ട് നോക്കുമ്പോൾ അമ്മയുടെ തുണി, അമ്മ ഉടുത്തിരിക്കുന്ന തുണി കഷ്ണം കടിച്ചുകൊണ്ട് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ വില്ലമംഗലത്തിനെ നോക്കി കൈ ചൂണ്ടിക്കൊണ്ട്, മതിയില്ലേ, കിട്ടേണ്ടത് കിട്ടിയില്ലേ എന്ന് പറയുകയാണ്. വില്ലമംഗലൻ 2 കൈകളും കൂപ്പി കൃഷ്ണനെ. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബ്രാഹ്മണന് കാലങ്ങളായിട്ട് വയറുവേദന. ഈ വയറുവേദന കൊണ്ട് വില്ലമംഗലം വന്നിരിക്കുന്ന ഗുരുവായൂരെന്ന് അറിഞ്ഞപ്പോൾ അവിടെ ചെന്നു സങ്കടം ഉണർത്തിച്ചു. വില്ലമംഗലം കണ്ണനോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ കാരണം. കണ്ണൻ പറഞ്ഞു, മുജ്ജമ്മ പാപമാണ് എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരാളിൽ കൂടെ വെങ്ങണേശ്ശേരിയിൽ കുറൂരമ്മ ഇരിക്കുന്നുണ്ട്, അവിടെ ചെന്നാൽ മാറും എന്ന് ആരോ പറഞ്ഞു കേട്ട് അവിടെ എത്തി. കുറൂരമ്മ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. എങ്കിൽ കുളിച്ചു വരൂ, ഞാൻ പ്രസാദം തരാമെന്ന് പറഞ്ഞു.
അങ്ങനെ കണ്ണന് നീതിച്ച പ്രസാദം കൊടുത്തു. ഉടനെ തന്നെ വയറുവേദന മാറി. ഈ വിവരം വില്ലമംഗലത്തിൽ ചെന്ന് ഈ നമ്പൂതിരി പറഞ്ഞു. ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ കണ്ണനോട് ചോദിച്ചു വില്ലമംഗലം, എന്തുകൊണ്ട് കണ്ണാ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നില്ല? അപ്പോൾ കണ്ണൻ മറുപടി കൊടുത്തു, വില്ലമംഗലം എന്നോട് ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ കാരണമാണ്. അത് ഞാൻ പറഞ്ഞു, അതിൻ്റെ പ്രതിവിധി എന്നോട് ചോദിച്ചില്ലല്ലോ. എന്നാൽ കുറൂരമ്മ ഇത് രണ്ടും ചോദിച്ചു, അപ്പോൾ ഞാൻ അതിൻ്റെ വഴി പറഞ്ഞു കൊടുത്തു എന്ന്. അങ്ങനെ ഇരിക്കലെ കുട്ടികളോടൊക്കെ അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ്. അടുത്ത ചുറ്റുപാടുള്ള എല്ലാ കുട്ടികളും അമ്മയുടെ അടുത്ത് വന്ന് കളിക്കും, ചിരിക്കും, കുസൃതികൾ കാട്ടും. അങ്ങനെ അമ്മ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ ഇരിക്കലെ അവർക്ക് ജോലി ചെയ്തിരുന്ന ലക്ഷ്മി മരിച്ചു. അതിന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മാധവൻ ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് മാധവനും കുടുംബവും മാറി താമസിച്ചു. അങ്ങനെ അമ്മ അവിടെ ഒറ്റപ്പെട്ടു. കണ്ണൻ മാത്രം ആശ്രയമായി. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് പ്രായമായി. അപ്പോഴാണ് മാധവൻ ഒരു ഉണ്ണിയും കൊണ്ടുവരുന്നത് കണ്ടത്. കുറൂരമ്മോട് പറഞ്ഞു, അമ്മേ ഈ ഉണ്ണിക്ക് ആരുമില്ല, ഈ ഉണ്ണി ഇവിടെ നിന്നോട്ടെ, ഭക്ഷണം കൊടുത്താൽ മതി. അമ്മയ്ക്ക് സന്തോഷമായി. എല്ലാവരും പോയില്ലേ, ഇനി എനിക്ക് കളിക്കാനും ചിരിക്കാനും ഒരു ഉണ്ണിയുണ്ടല്ലോ, ഉണ്ണിക്കണ്ണൻ എന്ന് അമ്മ അവനെ വിളിച്ചു. അവൻ അമ്മയ്ക്ക് പൂജയ്ക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് കൊടുക്കും, കുസൃതികൾ കാട്ടും, അമ്മയുടെ വിശേഷങ്ങൾ അമ്മയ്ക്ക് കൈയും കാലൊക്കെ വേദനയാകുമ്പോൾ ഒഴിഞ്ഞു കൊടുക്കും. അങ്ങനെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കി അമ്മയ്ക്കൊപ്പം കുറേ നാളുകൾ നിന്നു. പക്ഷേ അമ്മയ്ക്ക് അറിയില്ല ഒരിക്കലും അത് കണ്ണനാണെന്ന്. അമ്മ ഇതുവരെ കണ്ണനെ കണ്ടിട്ടില്ല. എന്നാൽ അമ്മയ്ക്കൊപ്പം എപ്പോഴും കണ്ണനുണ്ട്. അത് കാണാൻ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നുമില്ല. അങ്ങനെ അമ്മ മരണാവസ്ഥയായി. അങ്ങനെ അമ്മ കിടക്കുകയാണ്. അങ്ങനെ അമ്മ ഈ ഉണ്ണിക്കണ്ണനോട് ചോദിക്കുകയാണ്, എനിക്ക് പോകാറായി ഉണ്ണിക്കണ്ണ, ഇനി ഉണ്ണിക്കണ്ണൻ ആരാളുണ്ടാവുക ഞാൻ പോയി കഴിഞ്ഞാ എന്ന്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ നമ്മുടെ കാലൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കണ്ണൻ അവസാനമായി അമ്മയ്ക്ക് ദർശനം നൽകി. ഉണ്ണിക്കണ്ണൻ്റെ ആ കൃഷ്ണരൂപം അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. അമ്മ വിഷ്ണുഭാഗം പോയി. ഇതാണ് കുറൂരമ്മയെക്കുറിച്ച് ലളിതമായി ചുരുക്കി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും.